എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടി സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴയ്ക്കാത്തോരനാണ്. വാഴയ്ക്ക കൊണ്ട് നമ്മൾ ഉപ്പേരി, അവിയൽ ഒക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കിത് വെച്ചിട്ടൊരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വാഴയ്ക്കാത്തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 8 വാഴയ്ക്ക കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതുപോലൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ സമയത്തിൻ്റെ കാര്യം വന്നിട്ട് നമ്മൾ എടുക്കുന്ന കായയുടെ വേവിനനുസരിച്ചിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ഇതൊരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് തൊലിയോടുകൂടി തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ കായെല്ലാം ഇവിടെ നല്ലപോലെ വെന്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ എന്താ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തോരൻ വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡലകാലം വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് എന്നും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ ദാ ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കണം. മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഉഴുന്നുപരിപ്പ്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ഒരു ഉഴുന്നുപരിപ്പിൻ്റെ ആ ഒരു കളറെല്ലാം ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നുപരിപ്പെല്ലാം ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ഒരു ഇഞ്ചിയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഈ ഒരു വാഴയ്ക്കാത്തോരന് വന്നിട്ട് ഇഞ്ചിയൊക്കെ നമുക്ക് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. എല്ലാം ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ ഈ ഒരു തോരന് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. സവാള ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. മാക്സിമം കുഞ്ഞുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുഞ്ഞുള്ളി കയ്യിലില്ല എന്നൊരിക്കൽ സവാള ചേർത്ത് കൊടുത്താലും മതിയാകും. ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വാടി വരണം. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വാടി വന്നാൽ മതിയാകും. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഞാനിതിലേക്ക് 1/2 മുറി തേങ്ങ തിരുവിയതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. കാരണം നമ്മുടെ വാഴയ്ക്കയെല്ലാം ഓൾറെഡി കുക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ മതിയാകും. കണ്ടില്ലേ, ഇതിപ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മുടെ ക്യാബേജ് തോരനൊക്കെ കാട്ടിലും നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ ഈ ഒരു വാഴയ്ക്കാത്തോരൻ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ
നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.